ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ഫോർമേഷൻ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ടോ. അപ്പോൾ നമ്മൾ ഈ വന്ന സീസൺ ഫുള്ളായിട്ട് ഇപ്പോൾ കളിപ്പിച്ച ഏകദേശം ഒരു 10-60 കളി കളിപ്പിച്ചിട്ടുണ്ടാവും. സോ ആ കളിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോർമേഷൻ പറയുന്നത്. സോ ഈ ഫോർമേഷൻ എങ്ങനെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിപ്പിക്കാൻ വെച്ച്. അപ്പോൾ നമ്മൾ കളിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ലൈവിലാണ് കളിക്കാറ്, എനിക്ക് അറിയാമല്ലോ. രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടായിരിക്കും ലൈവ്. അപ്പോൾ കുറേ പേര് കാണാൻ പറ്റാറുണ്ടാവില്ല. ഈ കൂടിയും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട്. അപ്പോൾ അന്നൊക്കെ കുറേ പേര് പറഞ്ഞായിരുന്നു ഈ ഫോർമേഷൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യുക, ഏതൊക്കെ പ്ലേയേഴ്സിനാണ് എവിടെയൊക്കെ ഇടേണ്ടത്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഇടാറില്ല, എങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ലൈവിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ആ ഫോർമേഷൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിലേക്കാണ് പ്ലേയേഴ്സ് വേണ്ടി, ഏതൊക്കെ പ്ലേ സ്റ്റൈലാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് വെച്ച പ്ലേ സ്റ്റൈൽ പറയുമ്പോൾ ഏത് വേണമെങ്കിൽ പ്ലേ സ്റ്റൈൽ യൂസ് ചെയ്യാം. എങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഞാൻ കളിക്കുന്ന പ്ലേ സ്റ്റൈൽ പറഞ്ഞുതരാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഗൈസ്. അതിന് തന്നെ ഞാൻ ജസ്റ്റ് ഗ്രാഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ നമ്മൾ കളിക്കുന്ന ഫോർമേഷൻ്റെ കുറേ പേര് യൂസ് ചെയ്യണ ഫോർമേഷൻ ആവാട്ടത്. അപ്പോൾ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫോർമേഷൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതല്ല ഫോർമേഷൻ, ഇത് ജസ്റ്റ് ഞാൻ ബ്ലാങ്ക് ആക്കി ഇട്ടു എന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് 4-2-1-3. അപ്പോൾ 4-2-1-3 നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ സാധാ ഇതുപോലെ തന്നെ അല്ലേ, 4 ബാക്ക് 2 DMF 1 AMF പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. സംഭവം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. എങ്കിലും ഗ്രാഫിൽ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാക്കിംഗ് ബേസ് കുറേ അധികം ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ഫോർമേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്തായാലും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് നമുക്ക് ഓട്ടോ പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തിടാം. ഓക്കെ, സോ അയ്യോ ഇവിടെയാണല്ലോ. ഇപ്പോൾ ലിങ്കപ്പ് അനുസരിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലേക്ക് ഇനി ഗ്രാഫ് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഗ്രാഫ് ഇതാ ജസ്റ്റ് ഇങ്ങോട്ട് ഇറക്കിയിടുക. LB തന്നെ വേണം കേട്ടോ. ഈ RBനെ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് ഇറക്കിയിടുക. ഓക്കെ, അവിടെ എടുക്കട്ടെ, കുറച്ച് സൈഡൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇതിലൊരു DMF ആണ് വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കിയിടുക. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു AMF വേണം, ആളെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. പിന്നെ RWF ആയിട്ട് മെസ്സി ഇവിടെ. ഓക്കെ, ഇതോടെ എടുക്കട്ടെ. പിന്നെ ഒരു CMF റോളിൽ അത്യാവശ്യം ഇവിടെ ഒരു ഇതും വേണം. ഇറ്റ്സ് നോട്ട് AMF, ഇത് CMF ആയിട്ടാണ് നമ്മൾ കരുതുക. ഇതിൽ നമുക്ക് ഇനി പ്ലേയേഴ്സിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റിയിടാം. പ്ലെയർ റോ AMF, പ്ലെയർ റോള് CMF. ഓക്കെ, അത് മതി. അതുപോലെ തന്നെ ഇവിടെയും പ്ലെയർ റോള് DMF ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഈ പ്ലെയർ കുറച്ച് കയറി കിടക്കണം കേട്ടോ. ഓക്കെ, ഇത് മതി. ഇവിടെ കിടന്നോ, ഏകദേശം അവിടെയൊക്കെ തന്നെയാണ്, അവിടെ പോകണില്ല. അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. സോ ഇതുപോലെയാണ് നമ്മുടെ ഗ്രാഫ് കറൻ്റ്. സോ ഇതിലേക്ക് വേണ്ട പ്ലേയേഴ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് സെൻറ്റർ ബാക്കിൽ നിന്ന് തുടങ്ങാം. ബാക്ക് ഗോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഗോളി പെർഫോമൻസ് തരണത് ആ ഗോളിനായിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഇനിയിപ്പോൾ റൈറ്റ് ബാക്ക് വരികയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യാൻ എല്ലാ ഫോർമേഷനും പ്രിഫർ ചെയ്യുക ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ F2P പ്ലെയറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രീ കുണ്ടയൊക്കെ ഉണ്ടാവും. കുണ്ടേനെ പിടിച്ച് യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, പേട്ട സാധനമാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ തൂറാണ്. അപ്പോൾ പുതിയ വന്ന തൂറാം കിടക്കുന്നുണ്ട്. സോ ചെങ്ങായിനാണ് ഞാൻ എടുത്തിരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനിടാൻ ഞാൻ പ്രിഫർ ചെയ്യാം. സോ ഒഫൻസീവ് ഫുൾ ബാക്ക് പറയുമ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ മെൻഡിസാണ്. ഓക്കെ, നൂനോ മെൻഡിസ് കിടലാണ്. അത്യാവശ്യം സ്പീഡുള്ള ഒരു സെൻറ്റർ ബാക്കിനുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവായിട്ട് പ്രോഗ്രഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നൂനോ മെൻഡിസിന് കൊടുത്തിരിക്കുന്നത് ഒരു ഡിഫൻസീവ് പ്രോഗ്രഷനാണ്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റാറ്റ്സ് നോക്കി അറിയാം. ഡിഫൻസീവിൽ ഞാൻ കൂടുതൽ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡ് ആക്സലേഷൻ അത്യാവശ്യം വേണം ആ ലെഫ്റ്റ് ബാക്കിന്. അപ്പോൾ സ്പീഡ് ആക്സലേഷനുള്ള അത്യാവശ്യം ഡിഫൻസീവ് സ്കില്ലുള്ള ഒരു ലെഫ്റ്റ് ബാക്കിനെ എടുത്ത് നോക്കുക. ഇപ്പോൾ F2P ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിൽവസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, ആളെ അത്യാവശ്യം കിട്ടുന്ന ഡിഫൻസീവ് എബിലിറ്റീസ് ഉള്ള ഒരു ലെഫ്റ്റ് ബാക്കാണ്. സോ ആൾ അടിപൊളിയാണ്. ഇനിയിപ്പോൾ സെൻറ്റർ ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഒരെണ്ണം മെയിനായിട്ട് സാലിബ. ഓക്കെ, വില്യം സാലിബ ചങ്ങായി ഇതവിടെ സബിലുണ്ട്. സോ വില്യം സാലിബയാണ് ഒരെണ്ണം മെയിനായിട്ട് CB ആയിട്ട് യൂസ് ചെയ്യണത്. അതിൻ്റെ ഒപ്പം തന്നെ ചൂസ് ചെയ്യണത് നമ്മളുടെ ബിൽഡപ്പ് അല്ല, ഡിഫൻസീവ് ഫുൾ ബാക്ക് മാൾഡീനാണ്. അതെന്താ വെച്ചാൽ എനിക്ക് വിശ്വസ്തനായ ഒരു സെൻറ്റർ ബാക്കാണ് ആവശ്യം അവിടെ. സോ ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസ്ട്രോയർ യൂസ് ചെയ്യുക, ലൈക്ക് നെസ്റ്റ് ഉണ്ടെങ്കിൽ നെസ്റ്റനെ യൂസ് ചെയ്യുക, റൂബൻ ഡൈസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ 2 ബിൽഡപ്പിന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം എഫക്റ്റീവായിട്ട് നിന്നോളും. ഇപ്പോൾ ഞാൻ വലിയ ഇതൊന്നും കാണുന്നില്ല അതിൽ. ഞാൻ 2 ബിൽഡപ്പ് ഇട്ട് കളിക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആണെങ്കിൽ 2 ബിൽഡപ്പിന് ചൂസ് ചെയ്യുക, ലൈക്ക് ഫെർഡിനാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ F2P ഒക്കെ നോക്കുകയാണെങ്കിൽ ഹുയിസൺ ഇപ്പോൾ കിട്ടിയത്, അതുപോലെ തന്നെ മാർക്കിനസ്
അവരൊക്കെ ടോപ്പിനാണ്. ബാസ്റ്റിന് കുഴപ്പമില്ല, നൈസാണ്. സോ അവരൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലും സാലിബയുടെ പഴയ ന്യൂമിനിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റാട്ടോ, ആളും അടിപൊളിയാണ്. ടോപ്പ് തന്നെയാണ് സെൻറ്ററൊക്കെ. അല്ലെങ്കിൽ വാൻഡിവാൻ നല്ലൊരു ഡിഫൻസ് ബിൽഡപ്പാണ്, ഒരു രക്ഷയില്ല. സോ അവരൊക്കെ യൂസ് ചെയ്തതിന് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുണ്ടെ നല്ലൊരു ഓപ്ഷനാണ്. കുണ്ടെ അടിപൊളിയാണ്. കോസ്റ്റക്കോട്ട് അടിപൊളിയാണ്. കോസ്റ്റക്കോട്ട് ഡിഫൻസീവ് സ്റ്റാറ്റ്സ് കൊടുത്തിട്ടാൽ മതി. സോ ഇത്തരം പ്ലേസൊക്കെ നമുക്ക് ആ സെൻറ്റർ ബാക്ക് സ്യൂട്ട് ഔട്ടോ. സോ സെൻറ്റർ ബാക്ക് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ഏത് പ്ലേസാണോ പെർഫോമൻസ് ചെയ്യണത് അവരെടുത്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ വൺ ആൻഡ് ഓൺലി ഒരു ഓപ്ഷനുള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മളുടെ സ്വന്തം ചെക്കനെവിടെ, അയ്യോ വിയേര. ഓക്കെ, സോ വിയേരാണ് എൻ്റെ ടീമിലത്തെ ബെസ്റ്റ് ഓപ്ഷൻ. സോ ഐ വിൽ ഗോ ഫോർ വിയേര. ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിലത്തെ. സോ നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ ബെസ്റ്റ് DMF വിയേരാണ്, ആങ്കർമാൻ. ഓക്കെ, ആളെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിയേര അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഫ്രീ കിട്ടിയ റൈക്കാർഡ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ചൗമിനി, നോമേറ്റിംഗ് ചൗമിനി ഉണ്ട്. അല്ല, ചൗമിനിയുടെ വേറെ കാർഡുണ്ട്, മറ്റേ മുമ്പൊന്ന് യൂസ് ചെയ്യലൊരു കാർഡുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. സോ ചൗമിനി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ആങ്കർമാൻ ചൗമിനി ഒരു മസ്റ്റായിട്ട് ഒരു ആങ്കർമാനെ യൂസ് ചെയ്യുക. ഓക്കെ, ഈ DMF പൊസിഷനിൽ. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ CMFക്കാണ്. സോ CMF നോക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കുന്നത് പിർലോ. ഓർക്കസ്ട്രേച്ചറാണ്, പക്ഷേ എനിക്ക് അവിടെ ഈ പ്ലെയർ ഇട്ടപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. കാരണം മൂപ്പരെ പാസിങ് ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഗുണ്ടടിച്ച് കയറ്റനെ കയറ്റാം. സോ അതൊക്കെ ഒന്ന് നോക്കി കളിപ്പിക്കാൻ പറ്റിയ പ്ലെയർ ഉണ്ടെങ്കിൽ അവരിടാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാബി അലൻസോ മറ്റേ ഫ്രീ റയൽ മാഡ്രിഡിൻ്റെ കാർഡുണ്ട്. അല്ലെങ്കിൽ പിന്നെ പെഡ്രി കിടിലൻ കാർഡാണ്. അതുപോലെ തന്നെ കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട്. വാൽവെർഡെ അവരൊക്കെ ഇടാം. ബോക്സ് കേട്ടോ, അതിന് അവരുടെ ഓപ്ഷൻസ് ഒക്കെ തരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇയാളെ മാറ്റിയിട്ട് ഇപ്പോൾ സബ്ബറൊക്കെയാണെങ്കിൽ ഒന്നില്ല നമ്മുടെ മത്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവനെ പിടിച്ചിറക്കും, സിദോർഫിനെ പിടിച്ചിറക്കും. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് കംഫർട്ടായ ഒരു CMFന് ഇടാൻ ഞാൻ ഇത് ചെയ്യുള്ളൂ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ AMF നോക്കുകയാണെങ്കിൽ ഞാൻ പോവുക ഞാനൊരു നെറ്റ്വേഡിന് ഇടാനാണ് നോക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കക്ക സബ്സ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ ഒരു കക്ക ഉണ്ടാവും. സോ ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ഞാൻ പൊസിഷൻ ബൂസ്റ്ററായിട്ട് CMFും കൊടുക്കും കേട്ടോ. കാരണം ഞാനതാണ് പറഞ്ഞ് ഇനി സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഈ പ്ലെയർ നമുക്ക് അറ്റാക്കിംഗ് വൈസിക്ക് ഓപ്ഷൻ വരുന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പ്ലെയർ പിടിച്ചിട്ട് ഒരു ഹോൾ പ്ലെയർ ഇടും, ലൈക്ക് നെറ്റ്വേഡ് അല്ലെങ്കിൽ പിന്നെ കക്കനെ പിടിച്ചിടും. ഇപ്പോൾ രണ്ടുപേർക്ക് ഞാൻ പൊസിഷൻ ബൂസ്റ്റർ എടുത്ത് CMF ആക്കിയിട്ടുണ്ട്. നെറ്റ്വേഡിന് ഓൾറെഡി ഉണ്ട്, കക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല CMF. സോ അതിലാരെങ്കിലും പിടിച്ചിടും, ആണെങ്കിൽ അത് AMF ആക്കി വിടും കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ റൈറ്റിംഗ് ഫോർവേഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷനിലും മെസ്സി, ആ മെസ്സി തന്നെ അവിടെ കിടക്കുന്നത്. സോ മെസ്സിനാണ് അവിടെ നിങ്ങൾക്ക് പ്ലേ സ്റ്റൈൽ ഞാൻ പറയുകയാണെങ്കിൽ റോമി ഫ്ലാങ്ങിന് ഇട്ടോ, അതായിരിക്കും ബെസ്റ്റ്. ഫുൾ ഫിംഗറിനായിട്ട് ഞാൻ പറയാം റോമി ഫ്ലാങ് ഇടാനാണ്. ഓക്കെ, സോ റോമി ഫ്ലാങ് ഇട്ട് കളിപ്പിക്കാൻ ഞാൻ പറയുള്ളൂ. മെസ്സി തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റുണ്ടെങ്കിൽ മറ്റേ മെസ്സിയൊക്കെ ഇട്ട് കളിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ യമാലി അടിപൊളിയാണ്. പിന്നെ ഉലീസൊക്കെ ഫ്രീ കിട്ടിയില്ലേ മറ്റേതിന്, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലീസേനെ കളിപ്പിക്കുക, ടോപ്പായിരിക്കും. നൈസ് തന്നെയാണ്. അപ്പോൾ ഒരു റോമിംഗ് ഫ്ലൈൻ അവിടെ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് തന്നെ വിങ്ങർ ഇട്ടാൽ മതി, അവരായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി കംഫർട്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ അവരങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ സെൻറ്റർ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരു ഗോൾ പോച്ചർ സെൻറ്റർ ഫോർവേഡിനെ കൊടുക്കാൻ ഞാൻ പറയുള്ളൂ. സോ ഞാനിപ്പോൾ കൊടുക്കുന്നത് മെയിൻ സ്കൂളിൽ ഇടുക, റൂമീനെ ഇടും വിത്ത് വൺ ആൻഡ് ഓൺലി അണ്ണൻ. സോ അണ്ണൻ റൂമി കോമ്പിനേഷനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ല ഗോൾ പോച്ചർ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ അടിപൊളി F2P ആണെങ്കിൽ ഇപ്പോൾ ഡൊയ്ഫ്, ഓപ്പമയങ്, അതുപോലെ തന്നെ ഓവൻ, ഇൻസാഗി, അങ്ങനെ കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടുള്ള പ്ലേയേഴ്സാണ്. പിന്നെ എൻ്റെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ഇവർ കിടക്കണോണ്ടാണ് ഞാൻ ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ, വേറെ ഒന്നല്ല. സോ ഗോൾ പോച്ചേഴ്സിന് രണ്ടുപേരെ യൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റാക്കിംഗ് വൈസിൽ സപ്പോർട്ടീവായിട്ട് തന്നെ അവർ കളിക്കും, ടോപ്പായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫോർമേഷൻ്റെ സ്ട്രക്ചർ പറയുന്നത്. സോ ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ പുറത്തോളം ഞാൻ ഷെബേനെ സബ്ബായിട്ട് ഇറക്കാറ്. ഷെബ ഇവിടെ വരട്ടെ. വേണ്ടയ്ക്ക് സെൻറ്റർ ബാക്കിൻ്റെ ഉണ്ട് സബ്ബാണ്. പിന്നെ പെലേനെ ഞാൻ പൊക്കലിൽ വെക്കാറുണ്ട്, കാരണം പെലേനൊക്കെ ആവശ്യമുണ്ട്. പിന്നെ പറഞ്ഞത് സിദോർഫിനെ DMF റോളിൽ കൊണ്ടുവരും, 8 അവിടെ കിടക്കാറുണ്ട്. സാബി ഇല്ല കേട്ടോ, സാബി ഞാൻ പുറത്തേക്ക് ഇടാറ്, സാബിനെ അത് ഞാൻ ചൂസ് ചെയ്യാറില്ല. ക്രോയിഫിനിടും. ഓക്കെ, 1 ഓർ CFന് ഇടാറ്. ഓക്കെ, സ്ലാട്ടൻ ഇടും. സോ ഇങ്ങനെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർവേഡിലാറ്. 3 ഗോൾ പോച്ചറിനെ, 2 ഗോൾ പോച്ചർ സ്ലാട്ടൻ. പിന്നെ എനിക്ക് അത്രയും റിസൾട്ട് തരുന്നുണ്ട്. ഇബ്രാഹിം കുട്ടി നമ്മുടെ അറിയാലോ, ലൈവ് ആണവർക്ക് അറിയാം. സോ അത്രയും റിസൾട്ട് തരുന്നുണ്ട് സ്ലാട്ടൻ. അതുകൊണ്ട് ഞാൻ സ്ലാട്ടനെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് റിസൾട്ട് തരുന്ന സെൻറ്റർ ഫോർവേഡ് ഉണ്ടെങ്കിൽ അവരിട്ടോ. ഓക്കെ, സോ പിന്നെ ബെയിലൊന്നുമില്ല നമ്മുടെ സ്കൂളിൽ, ബെയിലൊന്നും ഇപ്പോൾ ഇറക്കാറില്ല. പിന്നെ നമുക്ക് റൈറ്റ് ബാക്കിലേക്കാണ്. ഓക്കെ, റൈറ്റ് ബാക്കിലേക്ക് ഒരു ഓപ്ഷനായിട്ട് ഞാൻ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവരും. ഓക്കെ, സോ നമ്മുടെ പെനൂച്ചയാണ്. പെനൂച്ച അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് തരുന്ന ഒരു ഒഫൻസീവ് ഫുൾ ബാക്കാണ്. സോ ഞാൻ മൂപ്പറിനാണ് ഇറക്കാറ് മിക്കപ്പോഴും. പിന്നെ സെൻറ്റർ ബാക്കായിട്ടൊരു ബാക്കൊക്കെ കൂടി കൊണ്ടുവരും. സോ അത് ഞാൻ മിക്കപ്പോഴും കൊണ്ടുവരാൻ നെസ്റ്റേനെ ആയിരിക്കും, നെസ്റ്റേനെ എടുത്ത് ഇടാറ് പതിവ്.
സോ നെക്സ്റ്റ് ആയിട്ട് അവിടെ എടുക്കട്ടെ. സോ ഇങ്ങനെയാണ് നമ്മുടെ സ്കൂഡ് വരുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് സ്കൂഡ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് സ്കൂഡ് പറയുന്നത് ഈ ഫോർമേഷനിക്കുള്ളത്. അപ്പോൾ ഇതൊരു സെറ്റ് ഫോർമേഷനായിട്ട് ഞാൻ കളിപ്പിച്ച് നോക്കും. നമ്മുടെ ലൈവ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ ലൈവിൽ ഇതിട്ടിട്ട് തന്നെയാണ് കളിപ്പിക്കാറ്. നല്ല റിസൾട്ട് ഇട്ടുണ്ട്. പിന്നെ മെയിൻ സംഭവമാണ് ഇതിലത്തെ മാനേജർ. ഞാൻ മാനേജറായിട്ട് യൂസ് ചെയ്യുന്നത് പുതിയ വന്ന ക്ലോപ്പിനാണ്. ഓക്കെ, ക്ലോപ്പാണ്. ക്ലോപ്പിൻ്റെ പ്ലേ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ക്യുക്ക് കൗണ്ടറാണ് യൂസ് ചെയ്യാറ്. സോ ക്യുക്ക് കൗണ്ടറിൽ അത്യാവശ്യം കുഴപ്പമില്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ലിങ്കപ്പ് ഇതിലധികം വർക്ക് ആവാറില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കപ്പ് സെലിബാച്ചു മെസ്സിക്കാണ്. പക്ഷെ ഞാനധികം അവിടേക്ക് ഫോക്കസ് ചെയ്ത് കളിക്കാറില്ല. ഇനി ഫോക്കസ് ചെയ്ത് കളിക്കണവർക്കാണെങ്കിൽ ഞാൻ ഫോർമേഷൻ മാനേജർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ അല്ല ബെസ്റ്റ് ബിൽഡപ്പ് സെൻറ്റർ ബാക്ക് പാസിംഗ് ഒക്കെ ഉള്ളവർ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര റിസൾട്ട് കിട്ടും. ഓക്കെ, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോർമേഷൻ വരണത്. ഇനി ഇതിലേക്ക് നമുക്ക് F2P കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ F2Pയിലത്തെ ഈ സ്കോഡ് കേട്ടോ. സോ F2Pയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ. സോ ഫോർമേഷനിൽ വന്ന പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ സോ ഇങ്ങനെയാണ്. സോ ഇത് അത്യാവശ്യം കിടിലൻ ഒരു സ്കോഡ് തന്നെയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് റൊണാൾഡോ റൂമിയുടെ പവറൊക്കെ അറിയണതല്ലേ. അതുപോലെ തന്നെ ഇതാ ഒലീസ ഒരു രക്ഷയില്ല, ബ്ലിറ്റ്സ് ആണ്. പിന്നെ കട്ട് ചെയ്ത് ഇൻസൈഡ് ഇതൊക്കെ അടിപൊളിയാണല്ലോ, ഫിംഗർ ആണ് പക്ഷേ. അതുപോലെ തന്നെ ബെക്കാം ഉണ്ട് CMFൽ, അടിപൊളി പാസിംഗ് ആണ്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ AMFലേക്ക് വരുമ്പോൾ നമ്മുടെ പുതിയ ഫ്രീ കിട്ടിയ മത്യൂസ് ആണ്, ആളും കിടിലൻ പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല പറയാം. പിന്നെ DMF വരുമ്പോൾ ഇതാ റൈക്കാർഡ് ഉണ്ട്, റൈക്കാർഡ് സീന ഫ്രീ കിട്ടിയ റൈക്കാർഡ് അടിപൊളിയാണ്. പിന്നെ മാർക്യൂനസ് ഉണ്ട്, പിന്നെ നമ്മുടെ ചില്ലിനി ഉണ്ട്, സിൽവസ്റ്റർ ഉണ്ട്, കുണ്ടെ റൈറ്റ് ബാക്കിൽ ഡിഫൻസീവ് ഫുൾ ബാക്ക്, അതിന് ഗോൾ ഒരുവരാൻ ഫ്രീ കിട്ടിയാണ്, സബ്സ്റ്റിറ്റ്യൂഷനും അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ സ്കോഡ് വരണത്. സോ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇനി എനിക്ക് ഇതിലേക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് കൊടുക്കുക ആങ്കർമാനെ വേണമെങ്കിൽ നിങ്ങൾ ഒരു ഡിഫൻസീവ് ഇത് കൊടുത്തു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് കിട്ടണില്ലെങ്കിൽ ഓക്കെ, ഡിഫൻസ് കിട്ടിയില്ലെങ്കിൽ ഈ ആങ്കർമാനെ ഒന്ന് ഡിഫൻസീവായിട്ട് കൊടുത്തോ ടാറ്റിക്സിൽ. അതുപോലെ ലെഫ്റ്റ് ബാക്കൊക്കെ പൊട്ടുണ്ടെങ്കിൽ ആൾക്കും ഒരു ഡിഫൻസീവ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോ. അതുപോലെ തന്നെ ഈ റൺ എടുക്കണില്ല, ഫോർവേഡ് റൺ എടുക്കണമെങ്കിൽ ആങ്കറിങ് കൊടുത്താൽ മതി. രണ്ടുപേർക്കും അവർ അവിടെ നിന്ന് കളിച്ചോളും, അങ്ങോട്ട് റൺ ചെയ്തോളും, കയറി നിന്നോളും. ഓക്കെ, സോറി കൗണ്ടർ ടാർഗറ്റ്, ഞാൻ തെറ്റി പറഞ്ഞാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്. സോ കൗണ്ടർ ടാർഗറ്റ് കൊടുക്കുക, റൊണാൾഡോയ്ക്ക് കൊടുക്കുക. റൊണാൾഡോനെ മിക്കവാറും ഒന്ന് ലൂസായിട്ട് റൺ എടുക്കുക. ഇനിയിപ്പോൾ ഡിഫൻസീവ് ആണെങ്കിൽ സിൽവസ്റ്ററിന് കൊടുത്താൽ മതി, എന്നാലും റൈക്കാർഡ് ഇറങ്ങി കളിച്ചാൽ റൈക്കാർഡ് കവർ ചെയ്തോളും. ഓക്കെ, സോ ഇത് കൊടുത്താൽ മതി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ. ഓക്കെ, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് കൊടുത്താൽ സെറ്റായിട്ട് തന്നെ അവരെ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫോർമേഷൻ്റെ ഒരു ഗ്രാഫ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സോ ഇതാണ് ഗ്രാഫ് വരണത് കേട്ടോ. അപ്പോൾ ഇത് F2Pൻ്റെ ആണ്. മറ്റ് പറഞ്ഞ പോലെ തന്നെ P2വിനായിട്ട് നമ്മൾ മെയിൻ സ്കൂളിട്ട് കളിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ലൈവൊക്കെ ജസ്റ്റ് കയറി നോക്കിയാൽ മതി നിങ്ങൾക്ക്. അപ്പോൾ ഇതിട്ടിട്ട് തന്നെയാണ് നമുക്ക് കുറച്ചാൾ കളിപ്പിക്കണമെങ്കിൽ. അപ്പോൾ നല്ല ഫോർമേഷനാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തണം തോന്നി. എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്ക്, ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടോ അതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫോർമേഷൻ. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ ഇതിൽ ഇൻമാച്ച് റോള് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇൻമാച്ച് റോളും കൂടി നിങ്ങൾ കൊടുത്തോ. ഇതൊക്കെ കോർണർ വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. കുറേ പേര് ഇത് കൊടുക്കണുണ്ടില്ല, കോർണർ എങ്ങനെയാണ് ഇത്ര ഗോൾ അടിക്കുന്നത് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് മെയിൻ ഉദാഹരണമാണ് ഇതിൽ അറ്റാക്കിംഗ് നമ്പർ 1 ആയി. ഇത് കോർണറിൽ പ്ലെയേഴ്സ് അവിടെ പോയി ഹെഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടത്. സോ അറ്റാക്കിംഗ് നമ്പർ 1 ആയിട്ട് ഞാൻ അത് മാർക്കറ്റ് അല്ല ഹെഡിങ്ങുള്ള തന്നെ കൊടുക്കുക, കില്ലിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റാക്കിംഗ് 2 ആയിട്ട് റൊണാൾഡോ, അറ്റാക്കിംഗ് 3 ആയിട്ട് റൈക്കാർഡ്. സോ ഹെഡ് ചെയ്യാൻ ബെസ്റ്റ്, അതായത് സെൻറ്റർ ബാക്കിൽ നിന്ന് 2 പേരെ ഒരുമിച്ച് എടുത്തിട്ടരുത്. ബാക്ക് ലൈനിൽ ആകെ ഒരാളെ പോകാൻ പാടുള്ളൂ. ഓക്കെ, എന്നാലും അല്ലെങ്കിൽ പിന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെ ഇടുക. അതുപോലെ തന്നെ ഈ റൈറ്റിൽ നിന്നൊക്കെ ഒരു ലെഫ്റ്റ് കൊണ്ട് എടുക്കുന്ന പ്ലെയർ എടുത്തിടുക. പോലീസിനെ എടുത്താൽ മതി. റൈറ്റിൽ നിന്ന് പിന്നെ നോക്കണ്ട, വെക്കാം പിന്നെ അല്ല ലെഫ്റ്റിൽ നിന്ന് തന്നെ വെക്കാം. ഓക്കെ, ലെഫ്റ്റ് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ റൈറ്റ് കൊണ്ടല്ല അടിക്കുക. സോ അത് ഉദ്ദേശിച്ചിട്ടോ. സോ ഇങ്ങനെ വെച്ചാൽ മതി. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇൻഡിവിജ്വൽ അല്ല ഇൻമാച്ച് റോളും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി വിചാരിക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ടും കാര്യം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.